Hello everyone, welcome to G-Pod. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Pod ഹ്യൂമാനിറ്റീസിന്റെ +1 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററിൽ നിങ്ങളുടെ +1 പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ആണ്. നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ സ്കൂളിൽ ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് എടുത്തിട്ടുണ്ടാവുക ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ടൈം. ശരിക്കും ഈ ചാപ്റ്റർ എന്തല്ല ഫസ്റ്റ് ചാപ്റ്റർ അല്ല, തേർഡ് ചാപ്റ്റർ ആണ്. ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ടൈമിൽ കുറച്ച് പോർഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്നൊരു പുതിയ ചാപ്റ്റർ ആണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ ചോദിക്കും സാർ ഇത് മാത്രം പഠിച്ചാൽ മതി, ഇത് മാത്രം പഠിച്ചാൽ പോരാ, എന്ത് ചെയ്യണം, ഇതിന് പുറമെ വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് മാത്രം പഠിച്ചാൽ പോലെ വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം പഠിക്കുന്നതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് +2 ഉഷാറാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് G-Pod +2ൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എവിടെയാണ് അവൈലബിൾ, സൂപ്പർ ബാച്ചിലാണ്. നിങ്ങൾ വെറും യൂട്യൂബ് ക്ലാസ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. യൂട്യൂബിലൊക്കെ നമ്മൾ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ തരുള്ളൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്, G-Pod +2ൻ്റെ സൂപ്പർ ബാച്ചിലാണ്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങൾ റെഡി ആകും, ഓക്കെ ആകും. അപ്പോൾ എങ്ങനെ സൂപ്പർ ബാച്ചിൽ +2ലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുക, കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, ഓസ്ട്രോപിത്തേക്കസിനെയും ഹോമോയുടെയും ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യാൻ 2 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഓസ്ട്രോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, സദേൺ എയ്പ്പ് അഥവാ ദക്ഷിണ ദേശത്തെ വാനരം എന്നറിയപ്പെടുന്ന ആളാണ് ആര്, ഓസ്ട്രോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സദേൺ എയ്പ്പ് അഥവാ ദക്ഷിണ ദേശത്തെ വാനരം എന്നാണ് ആരറിയപ്പെടുന്നത്, ഓസ്ട്രോപിത്തേക്കസ്. എന്തൊക്കെയാണ് എയ്പ്സ് അഥവാ ആൾക്കുരങ്ങളുടെ ഒരുപാട് സവിശേഷതയുണ്ട്. സ്മോൾ ബ്രെയിൻ സൈസ്, തലച്ചോറ് എന്താണ്, ചെറുതാണ്. ഹെവിയർ ജോസ്, ഉന്തിയ താടിയലാണ്. ലാർജ് ടീത്ത്, വലിയ പല്ലുകളാണ് ആർക്കുള്ളത്, ഓസ്ട്രോപിത്തേക്കസിനുള്ളത്. ഈ ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ എന്നുള്ള അർത്ഥമാണ്. കുറേ കൂടി വലിയ ബ്രെയിൻ, വലിയ തലച്ചോറാണ്. കുറച്ചും കൂടി പുറത്തേക്ക് വരെ ഉള്ളോട്ടേക്ക് തള്ളി നിൽക്കുന്നത് അടിയലിലാണ്. അതുപോലെ തന്നെ ചെറിയ പല്ലുകളാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഓസ്ട്രോപിത്തേക്കസിൻ്റെയും ഹോമോയുടെയും സവിശേഷതകൾ എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ. രണ്ടും എന്തുണ്ടായതാണ്, ഹോമിനിഡ്സ് ഉണ്ടായതാണ്. ഇനി ടൈപ്സ് ഓഫ് ഹോമോ എത്താണത് മോഡൽ എക്സാമിൽ ചോദിച്ചാണ്, മനസ്സിലാക്കി വെച്ചോ. ഹോമോ ഹാബിലിസ് ആണ് ടൂൾ മേക്കർ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഓസ്ട്രോപിത്തേക്കസിനെ വിളിക്കുന്നുണ്ടല്ലോ ടൂൾ മേക്കർ എന്ന്. ഓസ്ട്രോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, ഏർലിയസ്റ്റ് ടൂൾ മേക്കേഴ്സ്, ആദ്യമായി ഉപകരണം നിർമ്മിച്ച ആളുകളാണ് ആര്, ഓസ്ട്രോപിത്തേക്കസ്. എഫിഷ്യന്റ് ആയിട്ട് ടൂളുകൾ ഉണ്ടാക്കിയത് ആരാടാ, ഹോമോ ഹാബിലിസ് ആണ്. പിന്നെ ഹോമോ ഇറക്ടസ് ഉണ്ട്, അപ്രൈറ്റ് മാൻ, നിവർന്ന മനുഷ്യൻ. ഹോമോ സാപ്പിയൻസ് ഉണ്ട്, വൈസ് മാൻ അഥവാ ബുദ്ധിമാനായിട്ടുള്ള ആളുകൾ. ഇതേപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹോമിനോയിഡ്സും ഹോമിനിഡ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്താണ് ഈ ഹോമിനോയിഡ്സിന്റെ പ്രത്യേകത, സബ് ഗ്രൂപ്പ് ഓഫ് പ്രിമേറ്റിലെ പ്രിമേറ്റുകളുടെ ഒരു ഉപവിഭാഗമാണ് ആര്, ഹോമിനോയിഡ്സ്. സ്മോളർ ബ്രെയിൻ, തലച്ചോറ് ചെറുതാണ്. പിന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡു നോട്ട് ഹാവ് എ ടെയിൽ, വാലില്ല. കോഡ് പേഡ്സ് അഥവാ നാൽക്കാലികളാണ്, പഠിച്ചു വെക്കണം. എന്താണ് കോഡ് പേഡ്സ് അഥവാ നാൽക്കാലികളാണ്. ഡസൻ ഹാവ് സ്പെഷ്യലൈസേഷൻ ഫോർ ഹാൻഡ്, കൈകൾക്ക് എന്തില്ല, വഴക്കമോ വൈദഗ്ധ്യമോ ഇല്ലാത്ത ഗ്രൂപ്പാണ് ആര്, ഹോമിനോയിഡ്സ് എന്ന് പറയാം. ഇനി ഹോമിനിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നേരെ ഓപ്പോസിറ്റ് ആണ്. ബൈപ്പഡൽ ലോക്കോമോഷൻ, ഇരുകാലികളാണ്. അപ്രൈറ്റ് പോസ്റ്റർ, നിവർന്ന് നിൽക്കാൻ കഴിയുന്ന ആളുകളാണ്. ലാർജ് ബ്രെയിൻ, വലിയ തലച്ചോറുണ്ട്. സ്പെഷ്യലൈസേഷൻ ഓഫ് ഹാൻഡ് കേട്ടോ, കൈകൾക്ക് എന്തുണ്ട്, വഴക്കവും വൈദഗ്ധ്യവും ഉണ്ട്. പിന്നെ ഏർലി ഹ്യൂമൻസിന്റെ ഫുഡ് ഒബ്റ്റെയിനിങ് മെത്തേഡ് അല്ലെ, ആദിമകാല മനുഷ്യർ അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷണം ശേഖരിച്ചിരുന്നത് എക്സാമിന് ചോദിക്കാം. ഒന്ന് സ്കാവെഞ്ചിങ് ആണ്. എന്താ സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ചത്ത ജീവികളുടെ ഭക്ഷണം ശേഖരിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്കാവെഞ്ചിങ്. 2 ഗാദറിംഗ് ആണ് അല്ലേ, എന്താണ്, കാടുകളിലൂടെ സഞ്ചരിച്ച് പഴങ്ങളും പച്ചക്കറികളും ശേഖരിക്കുന്ന രീതി എന്ത് വിളിക്കുന്നു, ഗാദറിംഗ് എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ഏതാണ്, ഹണ്ടിങ് ആണ്, വേട്ടയാടലാണ്. കാടുകളിൽ പോയിട്ട് ടൂൾ അഥവാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, വേട്ടയാട്. അതാണ് ഏർലി ഹ്യൂമൻസിന്റെ ഫുഡ് കളക്ഷൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഏർലി ഹ്യൂമൻസിന്റെ ഒറിജിൻ, മനുഷ്യന്മാരുടെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട് 2 തിയറികളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇത് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒന്നാമതാണ് ഇത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ച മാതൃക. ഇതിൽ പറഞ്ഞ എന്താ, ഹ്യൂമൻസ് ഇവോൾവ് സൈമിൾട്ടേനിയസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ് അല്ലേ. ആധുനിക മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളായിട്ട് ഉത്ഭവിച്ചത്, അതായത് ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ള മനുഷ്യന്മാരിൽ നിന്ന് എന്ത് ചെയ്യാണ്, മോഡേൺ ഹ്യൂമൻസ് അഥവാ ആധുനിക മനുഷ്യർ ഉത്ഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിനുള്ള തെളിവായിട്ട് മനുഷ്യന്മാർ പറഞ്ഞത് എന്താണ്, അതായത് ഈ ഒരേ ടൈം പീരീഡ് തന്നെ കിട്ടിയ ഫോസിലാണ് ഹോമോ നിയാൻഡർതാലൻസും ഹോമോ ഹൈഡൽബർഗിയൻസും. അവിടെ ഫോസിൽ തമ്മിലുള്ള വ്യത്യാസം ഒരു തെളിവായിട്ട് പറയുന്നു. അതേപോലെ മറ്റൊരു തെളിവായിട്ട് പറയുന്നത് എന്താ, ഏഷ്യക്കാരെ പോലെയുള്ള ആഫ്രിക്കൻസിനെ പോലെയുള്ള യൂറോപ്യൻസ്, ഓരോരുത്തരുടെ ശരീരഘടനയൊക്കെ വ്യത്യാസമുണ്ട്. അത് ഇതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അടുത്ത റീപ്ലേസ്മെന്റ് മോഡൽ അഥവാ പകരം വെക്കൽ മാതൃകയാണ്. ഹ്യൂമൻസ് ഒറിജിനേറ്റ് ഇൻ ആഫ്രിക്ക, മനുഷ്യന്മാർ ഉത്ഭവിച്ചത് എവിടെയാണ്, ആഫ്രിക്കയിലാണ്. അത് മാത്രമല്ല എന്താണ്, അവരുടെ തെളിവായിട്ട് അവർ പറഞ്ഞത് എന്താ, മനുഷ്യന്മാരുടെ ജനറ്റിക് ആൻഡ് അനാറ്റമിക്കൽ ഇല്ല, ജനിതകപരമായിട്ടും ശരീരപ്രകൃതി അനുസരിച്ച് മനുഷ്യന്മാർക്കുള്ള സാമ്യതകളും. അത് മാത്രമല്ല ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ കിട്ടിയത് എവിടെ നിന്നാണ്, എത്യോപ്യയിലെ ഓമോയിൽ നിന്നാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നതിന് ഒരു തെളിവായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്.
കൾച്ചർ ഫോർമേഷൻ മിഡിൽ ഏജസ്. ഇങ്ങനെ വൺ വേർഡുകൾ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻസേഴ്സ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടെ. ഇങ്ങനെയുള്ള വൺ വേർഡുകളുടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അടുത്തൊരു വൺ വേർഡ് ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള വൺ വേർഡുകൾ എന്ത് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻസർ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. മക്കളെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് +2 അടിപൊളിയാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് +2 ഏറ്റവും മികച്ച മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പറ്റും. ബാച്ചിലാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, എന്നും റെക്കോർഡറോ ലൈവ് ക്ലാസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, അതേപോലെ നോട്ടുകൾ ഉണ്ടാവും, PYQs, മെൻറ്റർ സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എജുപോണിൻ്റെ ബാച്ചിലാണ്. അടുത്ത കൊല്ലം നിങ്ങൾക്ക് +2 ഉഷാറാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എജുപോണിൻ്റെ ബാച്ചിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. ഇനി ശ്രദ്ധിക്കണേ, 2, 3, 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഉമയ്യിഡ്സ്. അല്ലേ, മുആവിയാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഉമയ്യിഡ് ഡൈനാസ്റ്റി. അതായത് CE 661 മുതൽ CE 750 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഉമയ്യിഡ്സ്. ഇതിൻ്റെ റൂളർ ആരാണ്, ഫൗണ്ടർ ആരാണ്, നമ്മുടെ ഉമാവിയാണ്. ഇതിൻ്റെ ഫൗണ്ടർ മുആവിയ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ഏതായിരുന്നു, ദമസ്കസ് ആയിരുന്നു. ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ ബൈസന്റൈൻ എംപയറിന് ഉണ്ടായിരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് അതേപോലെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആര്, ഉമയ്യിഡ്സ്. ശ്രദ്ധിച്ചു വെക്കണേ, ബൈസന്റൈൻ എംപയറിനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അതേപോലെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആര്, ഉമയ്യിഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുമാത്രം ഈ ഉമയ്യിഡ്സിലെ ഏറ്റവും പവർഫുൾ റൂളർ ആരായിരുന്നു, അബ്ദുൽ മലിക് ആയിരുന്നു. ഈ അബ്ദുൽ മലിക് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചിട്ടുണ്ട്. 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് എന്ത്, അബ്ദുൽ മലിക് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചു വെച്ചോ, അബ്ദുൽ മലിക്കിന് പ്രത്യേകം എന്താണ്, അറബിക് വാസ് മെയ്ഡ് ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ്. അല്ലേ, അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റിയത് ആരാടാ, അബ്ദുൽ മലിക്കാണ്. ബിൽഡ് ദ ഡോം ഓഫ് ദി റോക്ക് ഇൻ ജെറൂസലേം. ജെറൂസലേമിൽ എന്ത് പണി കഴിപ്പിച്ചു, ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ഇസ്ലാമിക് മോണിറ്ററി സിസ്റ്റം, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്, അബ്ദുൽ മലിക്കാണ്. ഇത് പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിഫോംസ് ഓഫ് അബ്ദുൽ മലിക്. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റൻ ആണ് അബ്ബാസി റെവല്യൂഷൻ. അബ്ബാസി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, CE 750 ദവ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ്, ഒരു പ്രസ്ഥാനം നടത്തിയ ഒരു സംഭവമാണ് എന്ത്, അബ്ബാസി റെവല്യൂഷൻ. അത്രയും കാലം അഡ്മിനിസ്ട്രേഷൻ പവറിൽ ഉണ്ടായിരുന്ന ഉമയ്യിഡ്സിനെ റൂളിംഗിൽ നിന്ന് മാറ്റി അബ്ബാസിഡ്സിനെ റൂളിംഗിലേക്ക് കൊണ്ടുവരാൻ കാരണമായ സംഭവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, അബ്ബാസി റെവല്യൂഷൻ എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ അബ്ബാസി റെവല്യൂഷൻ എവിടെ നടക്കുന്നത്, ഈസ്റ്റേൺ ഇറാനിലെ ഖുറാസാനിലാട്ടോ. ഈ അബ്ബാസി റെവല്യൂഷൻ നടത്തിയത് ആരാ, ദവ എന്ന് പറഞ്ഞ മൂവ്മെന്റ് ആണ്. ദവയിൽ ആരൊക്കെ ഉണ്ട്, ഇറാനികളുണ്ട്, പിന്നെ ഇറാഖിലുള്ള അറബികളുണ്ട്. ഇവർക്കൊക്കെ അതേപോലെ പ്രവാചകൻ അമ്മാവനായ അബ്ബാസിന്റെ പിന്തുണക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ദവ എന്നുള്ളൊരു മൂവ്മെന്റ് ഉണ്ടാക്കുകയും അന്നത്തെ ഉമയ്യിഡ് റൂള് അല്ലെങ്കിൽ ഉമയ്യിഡ് ഭരണാധികാരികൾ ഇവർക്ക് പല കാരണങ്ങൾ കൊണ്ട് എതിർപ്പുണ്ടായിരുന്നു. ഇവർക്കെതിരെ എന്ത് ചെയ്യാണ്, ഒരു റിവോൾട്ട് അല്ലെങ്കിൽ ഒരു കലാപം ഇവർ നടത്തുകയാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, അബ്ബാസികൾ എന്ത് ചെയ്യാണ്, ഈ ഉമയ്യിഡ്സിന് അവസാനം ഉമയ്യിഡ് ഖലീഫയെ മർവാനെ തോൽപ്പിക്കുകയും അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, അബ്ബാസിഡ്സ് എന്ന ഒരു പുതിയ ഡൈനാസ്റ്റി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ അബ്ബാസികളെ കുറിച്ചും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉമയ്യിഡ്സിനെ പോലെ തന്നെ 2, 3 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്ത്, അബ്ബാസിഡ്സ്. അബ്ബാസിഡ്സ് ചെയ്ത ആദ്യത്തെ മാറ്റം എന്താ, അവർ ബാഗ്ദാദിലേക്ക് എന്ത് ചെയ്തു, ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. ശ്രദ്ധിക്കണം, ഉമയ്യിഡ്സിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു, ദമസ്കസ് ആണെങ്കിൽ അബ്ബാസിഡ്സിന്റെ ക്യാപിറ്റൽ ഏതാണ്, ബാഗ്ദാദ് ആണ്. പിന്നെ അത് മാത്രമല്ല, ആർമി ആൻഡ് ബ്യൂറോക്രസി വർ റീഓർഗനൈസ്. അല്ലെ, സൈന്യത്തെയും ബ്യൂറോക്രസിയും ഇവർ എന്ത് ചെയ്തു, പുനഃസംഘടിപ്പിച്ചു. മനസ്സിലാക്കി വെച്ചോ. അത് മാത്രമല്ല, എന്താണ് ഇവരെന്താണ്, അബ്ബാസികൾ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയ്ക്കും സാഹിത്യത്തിനും ഒരുപാട് സംഭാവനകൾ, അല്ലെങ്കിൽ സ്പെഷ്യലി ലിറ്ററേച്ചറിന്റെ ആർക്കിടെക്ചർ, സാഹിത്യത്തിനും വാസ്തുവിദ്യാ കലക്കും ഒരുപാട് സംഭാവനകൾ നൽകുകയും അതിന് ഒരുപാട് പ്രൊമോഷൻ നൽകുകയും ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസും അതേപോലെ ലൈബ്രറി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ് ആര്, അബ്ബാസിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വൺ വേർഡ് നിങ്ങൾ നോക്കി വെക്കുക, ആസ്ടെക് വേർഡ്, കുട്ടികളുടെ സ്കൂൾ. ഇതിന് ആൻസർ നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. പിന്നെ പലപ്പോഴും ഇത്തവണത്തെ എസ്സേ ചോദിച്ചത് ഈ ഒരു 4 സൗത്ത് അമേരിക്കൻ സിവിലൈസേഷനെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ അതേപോലെ തന്നെ ഇത്തവണ എനിക്ക് തോന്നുന്നു ഈ ഒരു ചാപ്റ്ററിന് അറബ്സിന്റെ കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. അല്ലെ, കലയിലും സാഹിത്യത്തിലും വാസ്തുശില്പകലയിലും അറബികളുടെ സംഭാവന എന്ത് ചെയ്തേക്കാം, ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ആസ്ടെക്കുകളെ കുറിച്ചിട്ട്, എസ്പെഷ്യലി ആസ്ടെക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്ടെക്കുകളെ കുറിച്ചിട്ടും ആസ്ടെക് എഡ്യൂക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ആസ്ടെക് എന്ന് പറഞ്ഞാൽ എന്താണ്, മെക്സിക്കോയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആര്, ആസ്ടെക് എന്ന് പറഞ്ഞാൽ. അവരെന്താണ് ചുറ്റുമുള്ള ട്രൈബ് അഥവാ ഗോത്രങ്ങളൊക്കെ തോൽപ്പിച്ചുകൊണ്ട് വലിയൊരു സാമ്രാജ്യം എന്ത് ചെയ്യാണ്, ആസ്ടെക്കുകൾ സ്ഥാപിച്ചു. അപ്പോൾ ആസ്ടെക്കുകൾ എന്താണ്, നോബിൾസ് അഥവാ പ്രഭുക്കന്മാർക്ക് വളരെ വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ആസ്ടെക് സൊസൈറ്റിയിൽ നോബിൾസ് അഥവാ പ്രഭുക്കന്മാർക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്നത്തെ പ്രധാനപ്പെട്ട പൊസിഷനിലൊക്കെ ആരാണ്ടായിരുന്നു, ഈ നോബിൾസ് അഥവാ പ്രഭുക്കന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവർ കിങ് അഥവാ രാജാവിനെ റെപ്രസെന്റേറ്റീവ് സൺ, സൂര്യന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ആരെ കണ്ടിരുന്നത്, കിങ്ങിനെ കണ്ടിരുന്നത്. പിന്നെ ഇവർക്ക് കൾട്ടിവബിൾ ലാൻഡ്, കൃഷി ചെയ്യാനുള്ള ഭൂമി കുറവായതുകൊണ്ട് തന്നെ ചിനാംബാസ് എന്ന് വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ലാൻഡ്, കൃത്രിമമായിട്ടുള്ള ദ്വീപുകൾ ആര് നിർമ്മിച്ചിട്ടുണ്ട്,
ഈ ഒരു ആസ്റ്റക്ക് നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഈ മുളയുണ്ടല്ലോ, മുള റീഡ്, ആ മുളയുടെ മുകളിൽ ചളിയൊക്കെ നിറച്ചിട്ടുള്ള ഒരു കൃത്രിമ ദ്വീപ്, ആർട്ടിഫിഷ്യൽ ഐലൻഡ് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആര് നമ്മുടെ പിന്നെ ആസ്റ്റക്ക് എന്ന് പറഞ്ഞാൽ. ഇവരുടെ ക്യാപിറ്റൽ ആയിരുന്നു തെനോസിലാൻ. അവിടെ ഇവർ പിരമിഡുകൾ, വലിയ വലിയ കൊട്ടാരങ്ങളും പിരമിഡുകളൊക്കെ ഇവർ ടെമ്പിൾസ് അഥവാ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ഒരുപാട് സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. കോണ്, ബീൻസ്, സ്ക്വാഷ്, പംകിൻസ് പോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്തിരുന്നു കേട്ടോ. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വെക്കുക. ഇനി ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻ ആസ്റ്റക്ക് എഡ്യൂക്കേഷൻ ആണ്. ആസ്റ്റക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ 2, 3, 4 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ആസ്റ്റക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ഇമ്പോർട്ടൻസ് എന്തിന് കൊടുത്തിട്ടുണ്ട്, എഡ്യൂക്കേഷന് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മക്കളെയും, അതായത് നോബിൾസ്, പ്രഭുക്കന്മാരുടെ മക്കളാണെങ്കിലും കോമൺ പീപ്പിൾ, സാധാരണക്കാരുടെ മക്കളാണെങ്കിലും ഇവർ സ്കൂളിലേക്ക് അയച്ചിരുന്നു. ഇതിൽ നോബിൾസ് അഥവാ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ച സ്കൂളിൽ വിളിക്കുന്ന പേരാണ് എന്ത്, കാൽമക്കക്ക്. എന്താ വിളിക്കുക, കാൽമക്കക്ക് എന്ന് വിളിക്കുന്നു. കോമൺ പീപ്പിൾ അഥവാ സാധാരണക്കാരുടെ മക്കൾ പഠിച്ച സ്കൂളിൽ വിളിക്കുന്ന പേരാണ് എന്ത്, ടെപ്പോക്കെല്ലി. എന്താ വിളിക്കുന്നത്, ടെപ്പോക്കെല്ലി. അപ്പോൾ ഈ കാൽമക്കക്ക് അഥവാ പ്രഭുക്കന്മാരുടെ മക്കൾക്ക് എന്താ കൊടുത്തിരുന്നത്, മിലിറ്ററി ലീഡേഴ്സ്, സൈനിക നേതാക്കന്മാരും, പ്രീസ്റ്റ് അഥവാ പുരോഹിതന്മാരും, അതായത് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിനുള്ള പരിശീലനമാണ് കൊടുത്തിരുന്നത്. പക്ഷേ കോമൺ പീപ്പിൾ പഠിച്ചിരുന്ന ടെപ്പോക്കെല്ലിയിൽ എന്താ കൊടുത്തിരുന്നത്, അവർക്ക് വർക്കേഴ്സ്, തൊഴിലാളികളും അങ്ങനെയൊക്കെ ആവാനുള്ള ഒരു അവസരമാണ് കൊടുത്തിരുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്ത് കൊടുത്തിരുന്ന എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെപ്പോക്കെല്ലിയാണെന്ന് കോമൺ പീപ്പിൾ അഥവാ സാധാരണക്കാരുടെ സ്കൂൾ. അവിടെ വെച്ചിട്ട് ആൺകുട്ടികൾക്ക് പട്ടാളക്കാരനാവാനുള്ള പരിശീലനവും പെൺകുട്ടികൾക്ക് ഡൊമസ്റ്റിക് സ്കിൽ, വീട്ടു ജോലികൾ ചെയ്യാനുള്ള പരിശീലനമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരെ, ഇതെന്താടാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. ഇതിന് പുറമേയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ഡിസ്കസ് ചെയ്യും. പിന്നെ മാപ്പിൻ്റെയും ക്രോണോളജിക്കൽ ഓർഡറിൻ്റെ ഒക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കാണട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, +2 നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. കാരണം യൂട്യൂബിലൊക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ക്ലാസ്സുകൾ തരുള്ളൂ. എന്നും ക്ലാസ്സുകൾ ഉണ്ടാവുക, റെക്കോർഡറായിട്ടോ ലൈവായിട്ടോ ക്ലാസ് ഉണ്ടാവുക യൂട്യൂബിൻ്റെ ബാച്ചിലാണ്. ഇപ്പം തന്നെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യും, പ്രൈസ് കിട്ടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും നിങ്ങൾക്ക് +1 ഹിസ്റ്ററി എക്സാം ഈസി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ മാക്സിമം മനസ്സിലേക്ക് ഷെയർ ചെയ്തോ. ബൈ.